ഈ ഉത്സവാഘോഷങ്ങളുമായി പ്രത്യേകിച്ചും തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളെ എതിർത്തവരിൽ ഒരാളാണ് ശ്രീ വി എസ് സുനിൽകുമാർ. അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ, സുപ്രീം കോടതി ദേവസ്വങ്ങളുടെ ആശങ്ക പരിഗണിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം കഴിഞ്ഞ മാസം പുറത്തിറക്കിയ മാർഗനിർദ്ദേശം ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന്. എങ്ങനെ കാണുന്നു താങ്കൾ കോടതിയുടെ ഈ ഇടപെടലിനെ? ഈ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്തത് വളരെ സന്തോഷകരമാണ്, വളരെ സ്വാഗതാർഹവുമാണ്. കാരണം യാതൊരു തരത്തിലും പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ബെഞ്ച് നൽകിയിരിക്കുന്ന ഓർഡറിലുള്ളത്. ആ ഓർഡർ അനുസരിച്ച് നമ്മുടെ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ആറാട്ടുപുഴ ഉൾപ്പെടെയുള്ള പ്രസിദ്ധമായിട്ടുള്ള പൂരങ്ങളെല്ലാം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇക്കാര്യത്തില് ദേവസ്വങ്ങളോടൊപ്പം നിൽക്കാൻ ഇടയാക്കിയ സാഹചര്യതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതിയിൽ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി അവർ സമീപിക്കുമ്പോൾ തന്നെ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ആളുകളുമായിട്ടും സർക്കാരിന്റെ പ്രതിനിധികളുമായിട്ടും ദേവസ്വം ഭാരവാഹികൾ കൂടിയാലോചന നടത്തുകയുണ്ടായി. അത് സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം, സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം ഹൈക്കോടതിയുടെ ഉത്തരവിനോട് അനുകൂലിച്ചുകൊണ്ടുള്ള സമീപനമല്ല, മറിച്ച് നിലവിലുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പൂരം നടത്താനും ആവശ്യമായ സംരക്ഷണം ലഭ്യമാകുന്ന തരത്തിലുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ കോടതി അയച്ചിരിക്കുന്ന നോട്ടീസ് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കാൻ കഴിയും. മാത്രമല്ല, നിലവിലുള്ള നാട്ടാന പരിപാലന ചട്ടത്തിൽ എന്തെങ്കിലും ഭേദഗതി കൊണ്ടുവരുന്നതിനും ആവശ്യമെങ്കിലും നിയമം കൊണ്ടുവരാനും ഇതൊരു വഴി തുറക്കുമെന്നുള്ള സാവകാശം സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുകയും ചെയ്യുമെന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേയിലൂടെ ലഭ്യമായിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ പൂരത്തിന്റെ മറ്റൊരു പ്രധാന കാര്യമായിരിക്കുന്ന വെടിക്കെട്ട് ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയായിരിക്കും. അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ ആന എഴുന്നള്ളിപ്പിന്റെ പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിലും വെടിക്കെട്ടിന്റെ പ്രശ്നം ഇനി വീണ്ടും പ്രശ്നമായിട്ട് ഉയർന്നു വരാൻ ഇടയുണ്ട്. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ പ്രതികരിച്ചതിന്.